നമസ്കാരം. തിരഞ്ഞെടുപ്പ് ചുമതലകളിലെ അമിത സമ്മർദ്ദവും അതിൽ ബലിയാടാക്കപ്പെടുന്ന പാവപ്പെട്ട ഉദ്യോഗസ്ഥരും പിണറായി സർക്കാരിന്റെ ഭരണത്തിന്റെ പുതിയ നേർക്കാഴ്ചയാവുകയാണ്. കേരളത്തിന് ക്ഷേമ സംസ്ഥാനം എന്ന പേരും മനുഷ്യാവകാശ ബോധമുള്ള സർക്കാർ എന്ന മുദ്രാവാക്യവുമുണ്ട്. എന്നാൽ ഗ്രൗണ്ടിൽ സംഭവിക്കുന്ന യാഥാർത്ഥ്യം അതിനോട് ഭിന്നമാണെന്ന് തെളിയിക്കുന്ന ഒരു കഠിന സത്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കല്ലറയിലും അരങ്ങേറി. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുടെ ക്രൂരമായ സമ്മർദ്ദങ്ങളും ചുമതലകളുടെ അനിയന്ത്രിതമായ കൂമ്പാരവും സഹിക്കാതെയാണ് ഒരു BLO ഉദ്യോഗസ്ഥൻ സ്ട്രോക്ക് ബാധിച്ച് തളർന്നു വീണത്. അദ്ദേഹത്തിന്റെ ഈ ദുരന്തം ഒരു വ്യക്തിഗത വിഷയമല്ല, മറിച്ച് സംസ്ഥാന സർക്കാരിന്റെ തൊഴിൽ നയങ്ങളുടെ അപകടകരമായ തകരാറുകളെ അനാവരണം ചെയ്യിക്കുന്ന ഞെട്ടിക്കുന്ന പ്രതീകമാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഉദ്യോഗസ്ഥരും ഉദ്യോഗാർത്ഥികളും ഒക്കെ പിണറായി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ അനുഭവിക്കുന്ന വീർപ്പുമുട്ടൽ കുറച്ചൊന്നുമല്ല എന്ന് ഇതിനോടകം കേരളത്തിലെ ജനങ്ങൾ കണ്ടുകഴിഞ്ഞു. പല മേഖലയോടും മനുഷ്യത്വരഹിത സമീപനമാണ് സർക്കാർ കാഴ്ചവെക്കുന്നത്. BLOമാർക്ക് തിരഞ്ഞെടുപ്പ് ചുമതലകൾ നൽകിയാൽ അവരുടെ ദിവസങ്ങൾ സാധാരണ ജോലിക്കപ്പുറം മാറുന്നു. വോട്ടർ പരിശോധന, വീടുകളിലേക്കുള്ള ഫീൽഡ് സന്ദർശനം, നൂറുകണക്കിന് രേഖകളുടെ അപ്ലോഡ്, സ്ഥിരമായ മേൽനോട്ട സമ്മർദ്ദം എല്ലാം കൂടി അമാനുഷികമായ ജോലിഭാരമാണ് ഇത് അവരിൽ അടിച്ചേൽപ്പിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർക്ക് വേണ്ടത്ര സമയമോ ഇടവേളയോ സാങ്കേതിക സൗകര്യമോ സുരക്ഷാ പരിരക്ഷയോ മാനസിക പിന്തുണയോ ഒന്നും ഉറപ്പാക്കപ്പെടുന്നില്ല. കല്ലറയിലെ സ്ട്രോക്ക് സംഭവമാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. ഇതിനു മുന്നേ ഒരു BLO ജോലി സമ്മർദ്ദം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്തതും പിണറായി സർക്കാരിന്റെ മൂക്കിന് താഴെ നടന്ന മറ്റൊരു ഉദാഹരണമാണ്. കേരളത്തിൽ ഓരോ തിരഞ്ഞെടുപ്പിലും BLOമാർ ആവശ്യത്തിൽ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന മനുഷ്യ വിഭവശേഷിയാണ്. സർക്കാർ വകുപ്പുകൾക്ക് സ്റ്റാഫ് കുറവാണെങ്കിൽ എല്ലാവിധ ഭാരവും BLOമാരിലേക്കാണ് വിടുന്നത്. അവർക്ക് കുറഞ്ഞ സമയപരിധിയിൽ നൽകുന്ന പെട്ടെന്നുള്ള നിർദ്ദേശങ്ങളും ഓൺലൈൻ പോർട്ടലുകൾ ഡൗൺ ആയാലും പൂർത്തിയാക്കേണ്ട നിർബന്ധവും രാത്രിയും അവസാനിക്കാത്ത മേൽനോട്ടവും അവധിയൊന്നുമില്ലാതെ തുടർച്ചയായ ഫീൽഡ് ഡ്യൂട്ടിയും സ്വന്തം ആരോഗ്യവും കുടുംബവും ത്യജിച്ചുള്ള ജോലിയും ഈ രീതിയിൽ തൊഴിൽ സാഹചര്യങ്ങൾ ഒരു കടമ പോലെ സംസ്ഥാന സർക്കാർ കാണുമ്പോൾ BLOമാർക്ക് മനുഷ്യജീവനാണ് നഷ്ടമാകുന്നത്. കല്ലറയിലെ ഉദ്യോഗസ്ഥന് സ്ട്രോക്ക് വന്നതിന് കാരണം ഒരു ദിവസം മാത്രം ഉണ്ടായ സമ്മർദ്ദമല്ല. മാസങ്ങളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന അമിത ചുമതലകളും രാത്രി വരെ നീളുന്ന നിർദ്ദേശങ്ങളും ഡെഡ്ലൈൻ എന്ന പേരിൽ നടക്കുന്ന തുടർച്ചയായ മാനസിക പീഡനവുമാണ് ഈ അനാരോഗ്യത്തിലേക്ക് നയിച്ചത്. ഇതുവഴി ഒരു കുടുംബത്തിന്റെ ജീവിതം തന്നെ തകരുകയും ഒരു ഉദ്യോഗസ്ഥന്റെ ഭാവി അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ഇത് ആദ്യ സംഭവമല്ല. കേരളത്തിൽ ഇതുതന്നെയാണ് പല മേഖലകളിലും പതിവ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ കഴിഞ്ഞ വർഷങ്ങളിലാകെ ഇതേപോലുള്ള നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില കേസുകളിൽ അധ്യാപകർ പെട്ടെന്ന് വഴിയരികിൽ വീണു മരിച്ചത്, സർവേ തിരഞ്ഞെടുപ്പ് പരിശോധന ചുമതലകളുടെ അമിത ഭാരത്തിലുണ്ടായ ആരോഗ്യ പ്രശ്നം, നിരന്തരമായ സർക്കാരിന്റെ കർശന ഉത്തരവാദിത്വങ്ങൾ കാരണം മാനസിക ഭാരം കൂടിയ ഉദ്യോഗസ്ഥർ, വമ്പൻ രേഖാ പരിശോധനയും ഓൺലൈൻ ഡേറ്റ എൻട്രിയും കാരണം ആശുപത്രിയിലായ ജോലിക്കാർ. ഇതൊന്നും യാദൃച്ഛിക സംഭവങ്ങളല്ല, മറിച്ച് സംസ്ഥാന ഭരണകൂടത്തിന്റെ തെറ്റായ സമീപനത്തിന്റെ ഫലങ്ങളാണ്. സർക്കാർ ഉദ്യോഗസ്ഥരെ ഒരു യന്ത്രം പോലെ ഉപയോഗിക്കുന്നതിന്റെ കഠിന പ്രത്യാഘാതങ്ങളാണ് ഈ സംഭവം. സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം സംഭവങ്ങൾ പൊതുജന ചർച്ചയിലേക്ക് മാറിയാൽ മാത്രമേ താൽക്കാലികമായ സംഘടനാപരമായ വിശദീകരണങ്ങൾ പോലും ലഭിക്കാറുള്ളൂ. പക്ഷെ അടുത്ത തിരഞ്ഞെടുപ്പോ സർവേയോ വന്നാൽ വീണ്ടും അതേ മനുഷ്യത്വരഹിത ജോലി പ്രക്രിയകൾ ആവർത്തിക്കുന്നതാണ് കേരളത്തിൽ പതിവ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത് നിബന്ധനകൾ മാത്രമാണ്, പക്ഷെ സർക്കാർ നൽകുന്നത് അമിത ഭാരമാണെന്ന് പറയാതെ വയ്യ. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BLOമാർക്ക് ചെയ്യേണ്ട ജോലികളുടെ നിബന്ധനകൾ വ്യക്തമായി നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ പലപ്പോഴും അധിക ചുമതലകൾ അടിച്ചേൽപ്പിക്കുമ്പോൾ അത് BLOമാരുടെ ശരീരവും മനസ്സും തകർത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കല്ലറയിലെ സ്ട്രോക്ക് സംഭവം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടായ ഭരണ പരാജയമാണ്. ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഈ സർക്കാരിന്റെ കാലത്ത് ഒരു ഫയലിലെ രേഖ മാത്രമായി മാറി. BLOമാരോ അധ്യാപകരോ ആരോഗ്യ പ്രവർത്തകരോ സർക്കാർ ഉദ്യോഗസ്ഥരോ ആർക്കും തൊഴിൽക്ഷേമം ഒരു നിർബന്ധ വ്യവസ്ഥയായിരിക്കേണ്ടത് ഭരണഘടനയുടെ അടിസ്ഥാന ആത്മാവാണ്. എന്നാൽ ആ ആത്മാവിനെ പോലും സ്പർശിക്കാതെ കേരളത്തിൽ പലപ്പോഴും ഉദ്യോഗസ്ഥർ ചികിത്സാ സഹായമില്ലാതെ, മാനസിക സുരക്ഷിതത്വമില്ലാതെ, അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ, മോശം മാനേജ്മെന്റിന്റെ ഭാരത്തിൽ ദിവസങ്ങളോളം പ്രവർത്തിക്കേണ്ട അവസ്ഥയിലാണ്. ഒരു BLO ഉദ്യോഗസ്ഥൻ വീടുകളിലേക്ക് പോകുമ്പോൾ പോലും സുരക്ഷിതത്വമില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഫീൽഡിൽ പോകാതെ ജോലി ചെയ്യാനുള്ള ഓപ്ഷനുകൾ നൽകിയിട്ടില്ല. ഒരു സാധാരണ വ്യക്തിയുടെ ശരീരശേഷി പരിഗണിക്കാതെ അവർക്ക് നൽകുന്ന ചുമതലകൾ ജീവൻ എടുക്കുന്ന രീതിയിലാവുന്നില്ല. കല്ലറയിലെ BLO ഉദ്യോഗസ്ഥന് സ്ട്രോക്ക് വന്ന സംഭവത്തോടെ വീണ്ടും നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ സംസ്ഥാനത്ത് ഒരു ഉദ്യോഗസ്ഥന്റെയും ജീവൻ സുരക്ഷിതമല്ല എന്നാണ്. സർക്കാരിന്റെ അനാസ്ഥ വ്യക്തമാണ്
ആണെങ്കിലും നടപടികളില്ല. ഈ സംഭവമൊക്കെ നടന്നപ്പോൾ സർക്കാർ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു. ജോലി സമ്മർദ്ദം കുറയ്ക്കാൻ നിർദ്ദേശങ്ങളുണ്ടോ? BLOമാർക്ക് മാനസിക ശാരീരിക സമ്മർദ്ദം കുറയ്ക്കാൻ പരിഷ്കാരങ്ങളുണ്ടോ? ഈ ചോദ്യങ്ങളെല്ലാം ഇന്ന് ഉത്തരമില്ലാത്തവയാണ്. ആരോഗ്യം പോയാലും ഒരുപക്ഷെ പതിയെ തിരികെ പിടിക്കാൻ കഴിയുമായിരിക്കും. പക്ഷെ അത് ഒരു കുടുംബത്തിന്റെ ജീവിതം തകർന്ന തരത്തിൽ വലിയ സങ്കീർണ പ്രശ്നമായാൽ നഷ്ടപ്പെടുന്നതിന് പകരം ഒരു മനുഷ്യനെ സംസ്ഥാന സർക്കാരിന് നൽകാൻ കഴിയില്ല. ഒരു മനുഷ്യജീവന്റെ നഷ്ടത്തെ സർവീസ് എന്ന പേരിൽ ന്യായീകരിക്കാനുമാവില്ല. തിരഞ്ഞെടുപ്പ് ചുമതലകൾ മനുഷ്യ സൗഹൃദമാക്കാൻ വേണ്ട പരിഹാരങ്ങളാണ് ഉണ്ടാവേണ്ടത്. കല്ലറയിലെ ഉദ്യോഗസ്ഥന് സ്ട്രോക്ക് വന്ന സംഭവം സർക്കാർ സംവിധാനത്തിനുള്ളിലെ ഒരു പാളിച്ചയുടെ മറ്റൊരു നിലവിളിയാണ്. ഉദ്യോഗസ്ഥർ മനുഷ്യരാണെന്ന്, അവരുടെ ആരോഗ്യത്തിനും മാന്യതയ്ക്കും വില കൊടുക്കണമെന്ന സത്യം ഭരണകൂടം തിരിച്ചറിയാത്ത പക്ഷം ഇനിയും കൂടുതൽ ജീവനുകൾ ജോലി സമ്മർദ്ദത്തിന്റെ വഴിയിലൂടെ നഷ്ടപ്പെടേണ്ടി വരും. കേരളം ഒരു വികസിത സംസ്ഥാനമാണെന്ന് പറയുമ്പോൾ അവരുടെ ഉദ്യോഗസ്ഥരുടെ സുരക്ഷിത ആരോഗ്യവും മനുഷ്യത്വപരമായ തൊഴിൽ പരിസരം ഉറപ്പുവരുത്തുന്നതും അതിന്റെ ഏറ്റവും പ്രാഥമിക ഉത്തരവാദിത്തമാണ്. ഇന്നോ നാളെയോ ഒരു BLOയോ അധ്യാപകനോ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ ഈ അമിത സമ്മർദ്ദത്തിൽ ഇരയാക്കപ്പെടരുത്. അടുത്ത ഭരണം പിടിക്കാൻ വിരളി പിടിച്ചോടുമ്പോൾ ഇതെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം സർക്കാരെ.